ഡെന്റൽ ഇംപ്ലാന്റ്സ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡെന്റൽ ഇംപ്ലാന്റ്സ് കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് ആൻഡ് ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ് ആണ്. ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സിന്റെ കാറ്റഗറി തന്നെയാണ് ഫ്രാൻസിൽ നിന്നുള്ള ഡിസ്ക് ഇംപ്ലാന്റ്സും കയറി വരുന്നത്. കൺവെൻഷണൽ ഇംപ്ലാന്റ്സിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, ഈ കൺവെൻഷണൽ ഇംപ്ലാന്റ് നമ്മൾ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേറിൽ നിന്നും 13 to 15 മില്ലിമീറ്റേഴ്സ് വെർട്ടിക്കൽ ഹൈറ്റ് വേണം. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ 5 to 7 മില്ലിമീറ്റേഴ്സ് ബോൺ വിഡ്ത്തും വേണം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇത് ലഭ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൽവിയോളർ ബോൺ, അതായത് റിസോർഷൻ നടക്കുന്ന ആൽവിയോളർ ബോണിൻ്റെ ആവശ്യമില്ല. നമുക്ക് കോർട്ടിക്കൽ ബോണിലേക്ക് ഇവ പ്ലേസ് ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഡ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്, ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ് വർക്ക് ചെയ്യുന്നത് ഓർത്തോപീഡിക് പ്രിൻസിപ്പിളിലാണ്. ഇംപ്ലാന്റ്സ് ഏതാണെങ്കിലും തന്നെ നമ്മുടെ നോർമൽ പല്ല് പോലെ നമ്മുടെ പല്ല് ഒരിക്കൽ നഷ്ടപ്പെട്ട, അതായത് നോർമൽ പല്ല് ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആൽവിയോളർ ബോൺ, അതിന് ചുറ്റുമുള്ള ബോണിന് റിസോർപ്ഷൻ സംഭവിക്കും. അതിന് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല്ലുകളാണ് കംപ്രസീവ് ഫോഴ്സസും ടെൻസൈൽ ഫോഴ്സസും ബോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ആ ബോണിന് റിസോർഷൻ വരാതെ കാത്തു പരിപാലിക്കുന്നതും. അപ്പോൾ ഈ കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് വേണമെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമുക്ക് നല്ല ബോണിൻ്റെ അവൈലബിലിറ്റി വേണം. എന്നാൽ ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സോ ഡിസ്ക് ഇംപ്ലാന്റ്സോ ആണ് നമ്മൾ പ്രിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് കോർട്ടിക്കൽ ബോൺ മതി, കോർട്ടിക്കൽ ബോൺ മാത്രം മതി. അത് നമുക്ക് 2 കോർട്ടിക്കലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രിപ്പിൾ കോർട്ടിക്കലായിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അത് ഓർത്തോപീഡിക് സ്ക്രൂസിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു സൈഡ് നമ്മളെ സ്കെൽറ്റൻ, ഇപ്പോൾ മാക്സിലിയോ മാൻഡിബിളോ ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും, നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റേ മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്ന രോഗം, അതായത് ആസ്പർജിൽസ് എന്ന ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗം. ചിലപ്പോൾ നമ്മുടെ ബോണുകളെല്ലാം നശിച്ചു പോകാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടി നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ സ്ട്രക്ചേഴ്സിനെ ഈ ബൈക്കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും.